VGKS? Yes, sir. Good afternoon. Yes, good afternoon. How are you? I am fine. Yes, very good. നമ്മുടെ ജവാന്മാരെ കാണുന്നില്ലല്ലോ. ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്തിനാ അധികം വിജി ഒരാള് പോലെ 10 പേർക്ക് തുല്യമല്ലേ? അയ്യോ, ഇനിയുള്ള ക്ലാസ്സിലൊക്കെ തുല്യം എന്ന് പറയാൻ പറ്റിയ ഇനിയുള്ളതൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഇനി ഡിസ്കസ് ചെയ്യണ ഭാഗത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല. അതെ, ഏത് ക്വസ്റ്റ്യനാ? ക്വസ്റ്റ്യൻ അല്ല, ക്വസ്റ്റ്യൻ എടുക്കാൻ പോകുന്ന ഭാഗത്തെ. അത് കുഴപ്പമില്ല. അപ്പൊ അത് ക്വസ്റ്റ്യൻ എടുക്കുമ്പോ ഇത് പറയുമ്പോണ്ടായാൽ മതി. ഇതൊക്കെ സിമ്പിൾ ആണ്. അപ്പൊ ഇതുവരെ പറഞ്ഞ സമയത്ത് വളരെ ഇതായില്ലേ? ഇതുവരെ ഉള്ളതൊക്കെ ഞാൻ ആ ക്ലാസ്സിലൊക്കെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. മറ്റതൊക്കെ ക്ലാസ് വെച്ചിട്ട് വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. ഇപ്പോ ഒരു മിനിറ്റ് തുറന്ന് ക്ലോസ് ചെയ്യും. ഇപ്പൊ ഞാൻ 17 ഇറങ്ങി വന്നത്. അപ്പൊ അവിടുത്തെ കുട്ടികൾക്ക് പറഞ്ഞു, ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് മാത്രമാണ് ഞങ്ങൾക്ക് ഒരു പേടിയില്ലാതെ ഉള്ളതാണ് അവർ പറഞ്ഞത്. അപ്പൊ അത് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. യെസ്, അപ്പോ ഇംഗ്ലീഷിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. VGKS അല്ലേ? ഇംഗ്ലീഷ് കുഴപ്പമില്ല, നമ്മളത് കേട്ടിട്ടില്ലല്ലോ. കേൾക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. യെസ്, ഓക്കെ ഓക്കെ, ഇന്ന് കേൾക്കുമല്ലേ അല്ലേ? റാസ്മിന? ഓക്കെ സർ. ഇംഗ്ലീഷ് ഭയങ്കര എളുപ്പമല്ലേ? സൂര്യരാജു കറക്റ്റ് അല്ലേ? കേട്ടില്ല, ഞാൻ ജസ്റ്റ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഇംഗ്ലീഷാണെന്ന് പറയായിരുന്നു. അഭിപ്രായം എന്താണെന്ന് സൂര്യനോട് ചോദിച്ചേ. കുഴപ്പമില്ല സർ. ഞങ്ങൾ അതല്ല പറഞ്ഞത്, ഏറ്റവും എളുപ്പമുള്ള വിഷയം എന്ന് പറഞ്ഞത്. ഞാനും മാറ്റി പറഞ്ഞാണ്. യെസ്, ഓക്കെ 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 ഓക്കെ, അതും പഠിക്കണ്ട. യെസ്, ഇറ്റ് ഈസ് വെരി 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 ഈസി. സനീഷ KP? Yes, sir. How are you? Fine, sir. Yes. സനീഷയ്ക്ക് എന്ത് തോന്നുന്നു ഈ 10 മാസം ഇംഗ്ലീഷ് പഠിച്ചതിൽ നിന്ന്? വാട്ട് ഈസ് യുവർ ഫീലിംഗ്സ്? ഒരുപാട് മാറ്റമുണ്ട്. അല്ല, ഞാൻ എഴുതാൻ പക്ഷെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഗ്രാമർ പഠിച്ചാലും വീണ്ടും വീണ്ടും മറന്നു പോകുള്ളൂ. അത് പ്രശ്നം. നമ്മള് പക്ഷെ വളരെ സിമ്പിളായ കാര്യങ്ങളല്ലേ നമ്മൾ പറയാറുള്ളൂ. വളരെ സിമ്പിളായ രീതിയിൽ ഇപ്പൊ പഠിക്കുമ്പോ നല്ല എളുപ്പമായിട്ട് ഇപ്പൊ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോ കിട്ടുന്നുണ്ട്. പക്ഷെ കുറെ കഴിഞ്ഞാൽ വീണ്ടും മറന്നു പോകും. ആദ്യം മുതൽ പഠിക്കേണ്ട അവസ്ഥയാണ്. ഗ്രാമർ പഠിക്കുമ്പോ ഓക്കെയാണ്, പക്ഷെ സ്പീക്കിങ്ങിലോട്ട് വരുമ്പോ അത് വരുന്നില്ല. അതാ ബുദ്ധിമുട്ട്. അതിന് വേറൊരു സംഗതി കൂടി പഠിക്കണം. സ്പീക്കിങ്ങിന്റെ ടെൻസ് മാത്രം വെച്ചിട്ടൊരു സംഭവം കൂടി ഉണ്ട്. അതുകൂടി വരുമ്പോഴാണ് പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലാസ്സിലേ ഉള്ളൂ, മറ്റവർക്ക് വന്നപ്പോ 2 ക്ലാസ് ഇട്ടു. അവർക്ക് ഇപ്പൊ പുതിയ ബാച്ച് വന്നു കഴിയുമ്പോൾ 2 ക്ലാസ്. അപ്പോ ഒരു ക്ലാസ്സിൽ നമുക്ക് അവരെ കൊണ്ട് സംസാരിപ്പിക്കുകയും ഞാൻ അവരോട് പറയും. അപ്പോ നമുക്ക് ഒരു ക്ലാസ് ഫ്രീ ആയി. ഒരു ക്ലാസ് മതി ക്ലാസ് നമുക്ക് തീരാനായിട്ട്. ഒരു ക്ലാസ് ഫ്രീ കിട്ടി. അപ്പൊ സ്വാഭാവികമായിട്ട് കുറച്ചൊരു സമയം കിട്ടി. അത് ഇതാണ്. ആണോ സർ? 17 തുടങ്ങി 2 ക്ലാസ്. യെസ്, അപ്പൊ അത് ഞാൻ കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞു, തുടക്കത്തിൽ ഉണ്ടായ വിഷയമുണ്ട്. ഓക്കെ, അപ്പൊ സനീഷക്ക് ഈ 10 മാസം ഇംഗ്ലീഷ് ക്ലാസ് ഉപകാരപ്രദമായില്ലേ? തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുണ്ട്. യെസ്, അത് മതി. യെസ്, ഓക്കെ ഓക്കെ. ജിനു ജോസ്? ജിനുവിന്റെ അഭിപ്രായം? ഞാനിപ്പോ കയറിയുള്ളൂ. യെസ്, അതാണ് എന്റെ ഏറ്റവും വലിയ അഭിപ്രായം അല്ലെ. ഞാനിപ്പോ കയറിയുള്ളൂ. ഞങ്ങൾ ചോദിച്ചതേ ഈ 10 മാസം നമുക്കിപ്പോ കാണുന്നു. ഒരുപാട് സാർ, എനിക്ക് ഒരുപാട് എന്താ പറയാ, ഇംഗ്ലീഷ് ഇപ്പോ
അറിയാം. സാറ് നന്നായി ക്ലാസ് എടുത്തു തന്നു. എനിക്ക് ആദ്യമൊക്കെ ഞാൻ പഠിച്ചിരുന്ന സമയത്തൊന്നും സാറുമാരോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ പഠിക്കാത്ത ആള്, ഒന്നും അറിയാത്ത ആള് എന്നൊക്കെ അഹംഭാവമായിരുന്നു മാഷ്മാർക്ക്. ഞാൻ ഏറ്റവും Yes. ലോസ്റ്റ് ആയിരുന്നു ഇംഗ്ലീഷിന്. ഇപ്പോ സത്യം പറഞ്ഞ സാറിന്റെ ക്ലാസ്സും ഓരോ ഓരോ എന്തായാലും ആ ഓരോന്നും പറഞ്ഞു തരുമ്പോ അത് മനസ്സിലാക്കി എടുക്കാനും, പിന്നെ എന്റെ മകനൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് വളരെ ഈസിയാണ്. ഓരോ ഗ്രാമറും അത് പഠിപ്പിച്ചു കൊടുക്കാൻ ഭയങ്കര ഈസിയാണ്. താങ്ക് യു സോ മച്ച് സാർ. സാറിന് ഒരിക്കലും മറക്കില്ല. Yes. Okay. അത് മതി. യെസ്. അപ്പോ എന്താ പറയാ, പണ്ട് സാറുമാര് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്ത മണ്ടി പെണ്ണെന്ന് പറഞ്ഞതിൽ നിന്നൊക്കെ കയറി വന്നിട്ട് യെസ് അത് മതി. യെസ്. ഓക്കെ. എന്താണ് വേണ്ടത്? വെരി ഗുഡ്. ഓക്കെ. സർ ക്ലാസ്മേറ്റ് എന്താ പറഞ്ഞോളൂ സതീഷ്. പിന്നെ പേടി മാറി. ഇപ്പൊ ആള് പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ എന്നോട് ചോദിക്കില്ലേ എന്നുള്ള ഒരു പേടിയാണ്ടായിരുന്നേ. പക്ഷെ ഇപ്പൊ സാറിന്റെ ക്ലാസ്സിൽ ചോദ്യം ചോദിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ഇതിലേക്ക് എത്തി. നമുക്ക് പറയാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നു. യെസ്. പറഞ്ഞില്ലെങ്കിൽ എന്നുള്ള ധൈര്യം തരുന്നത് കൊണ്ടാണത്. അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസ് കയറുമ്പോ പേടിയായിരിക്കും. അതാ എന്താ ചോദ്യം ചോദിക്കോ, എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ ആയിരിക്കും. അപ്പൊ അതേ ഇല്ല. ശരിക്കും നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് ഇംഗ്ലീഷിന്റെ. ഈ ഒരു വെനസ്ഡേ ഞാൻ ഇതുവരെ ഏതോ ഒരു ദിവസത്തെ ഞാൻ മിസ്സാക്കിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഞാൻ കേറിയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഇത്. ഞാൻ മിസ്സാക്കാറില്ല ക്ലാസ്. ശരിയാണ്. സ്ഥിരം കയറുന്ന കുറച്ച് പേരുണ്ടല്ലോ. യെസ്. അപ്പൊ അവര് എങ്ങനെ വന്നാലും മുടക്കാൻ, അത് എന്നോട് വേറെ ക്ലാസ്സിലെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അത് മുടക്കാറില്ല. അപ്പൊ ഇപ്പൊ ഇന്ന് 70 കയറി. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ മറ്റേ ടീച്ചർ ലീവാണ്, ഞാൻ തന്നെ ആയിക്കോട്ടെ വരാം, കുഴപ്പമില്ല സാറേ, സാധാരണ പോലെ തോന്നുന്നു. അപ്പൊ അതങ്ങോട്ട് അഡ്ജസ്റ്റബിളാണ് പോയി. യെസ്. അപ്പൊ ഞാനും നിങ്ങളോട് വളരെ മുതിർന്ന കുട്ടികൾ എന്നുള്ള രീതിയിലുള്ള പരിഗണനയിലാണ് ഞാൻ നിങ്ങളുടെ കരുത്തിയത്. ജീവിതത്തിന്റെ പല പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് അന്നേരത്തെ ശ്രദ്ധിക്കാൻ പറ്റാത്ത പോയ കുറെ കാര്യങ്ങളുണ്ട്. അത് കുറച്ചിങ്ങനെ എത്തിക്കഴിയുമ്പോൾ നമുക്കത് ആവശ്യം എന്നുള്ളത് മാറി അതൊരു അത്യാവശ്യമായിട്ട് മാറും. ആ സമയത്ത് നമ്മളത് കറക്റ്റ് ചെയ്ത്, അപ്പൊ ആ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാൾ കൂടി ഉണ്ടെങ്കിൽ അല്ലാതെ ആ സമയത്ത് അന്ന് പഠിച്ചില്ല, അത് അന്ന് പഠിക്കേണ്ടതല്ലേ കുറ്റം പറയുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഒന്ന് നിങ്ങൾ ഓടുന്നുണ്ട്, ഞാൻ പുറകിൽ പയ്യൊന്ന് ഉന്തി തരിക. അപ്പൊ സംഗതി കുറച്ചുകൂടി സ്പീഡിലാണ്. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. യെസ്. ഓക്കെ. നല്ല പക്വതയുള്ള കുട്ടികളാണ്. ശ്രീഷ്മ. യെസ്. ശ്രീഷ്മ വരുമെന്ന് വിചാരിക്കാം. ഷംന മനോജ്. യെസ്. ഷംനക്ക് എന്ത് ഫീലിംഗ് ആണ് ഇംഗ്ലീഷ് ക്ലാസ്സിനെ കുറിച്ചുണ്ടായത്? അല്ലെങ്കിൽ 10 മാസം ഇംഗ്ലീഷ് ക്ലാസ് കൊണ്ട് ഷംനക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? സാർ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. യെസ്. എന്തെങ്കിലും പറയാൻ പറ്റും? സാറിന്റെ ക്ലാസ്സിലൂടെ ഒരുപാട് ഗ്രാമറിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഗ്രാമറിലുള്ള മാറ്റമുള്ള ഗ്രാമർ പഠിക്കുന്നതിനുള്ള മാറ്റമുണ്ടോ? ഗ്രാമർ നമുക്ക് ഗ്രാമറിലുള്ള മിസ്റ്റേക്സ് ഒക്കെ ഒരുപാട് മാറി വന്നു. യെസ്. ഓക്കെ. അപ്പൊ ഒരു കുട്ടികളൊക്കെ കിട്ടിയപ്പോൾ പഠിപ്പിക്കാൻ പറ്റും എന്നൊരു തോന്നൽ വന്നില്ലേ ശ്യാമിന്? ഉറപ്പായിട്ടും വന്നു. യെസ്. വെരി ഗുഡ്. വീട്ടിലേക്ക് ബോർഡ് ഉണ്ടെങ്കിൽ ബോർഡ് വെച്ചോളൂ. ഗ്രാമർ ക്ലാസ്സുകൾ എടുക്കുന്ന ബോർഡാണ് വെച്ചോളൂ. 26 മാർച്ച് ഏപ്രിൽ കഴിയുമ്പോ നമുക്ക് അങ്ങോട്ട് തകർക്കാം. ഓക്കെ. യെസ്. അപ്പൊ ആ പ്രദേശത്തെ എക്സ്പെർട്ടായ ഗ്രാമർ ടീച്ചറായിട്ട് ഷംന മാറട്ടെ. ഷംനയുടെ നാട് ഏതാണ്? തിരുവനന്തപുരം. തലസ്ഥാന നഗരിയിലാണ്. പിന്നെ പഠിക്കാനാണ് ആ തലസ്ഥാന നഗരിയിൽ എക്സ്പെർട്ടായിട്ട് മാറട്ടെ. തിരുവനന്തപുരത്ത് പുതിയ മുത്തുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മുടെ ക്രിക്കറ്റ് സഞ്ജു സാംസൺ പുതിയ സംഗതി പറ്റേ ഇതിൻ്റെ അകത്തുണ്ട്. സഞ്ജു, ഷംന, എസ് എന്ന ആളുകളൊക്കെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത്. ഹലോ സാർ, റേഞ്ച് ഉണ്ടായിരുന്നില്ല, അതാ കട്ടായി പോയത്.
യെസ്. അപ്പൊ ശ്രീഷ്മക്ക് എന്ത് തോന്നുന്നു ഇംഗ്ലീഷ് ക്ലാസ്സിനെ കുറിച്ച്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? വല്ല മെച്ചമുണ്ടായതായിട്ട് തോന്നിയോ? അതറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഓ മെച്ചുണ്ട്, നല്ലൊരു കോൺഫിഡൻസ് തോന്നി ഇംഗ്ലീഷിനോട്. അതെ, കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാസം വന്നു. വന്നു. യെസ്. ഓക്കെ 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 സാറിന്റെ ക്ലാസ്സും അത്ര നല്ലതായിരുന്നു. ഓക്കെ 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 ഓക്കെ. അടിപൊളിയാണ്. ഇപ്പൊ ഒന്നും കൂടി ഒക്കെ ഗ്രാമർ ആണെങ്കിലും സെന്റൻസ് ആണെങ്കിലും ഒക്കെ ഒന്ന് വായിക്കാനും വായിച്ചു പെട്ടെന്നൊക്കെ ക്ലിയർ ആവാനൊക്കെ വായിക്കും, പിന്നെ ഒന്ന് മനസ്സിലാവും എന്നല്ലാതെ ഗ്രാമർ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്നും കൂടി ഒക്കെ ഒന്ന് ക്ലിയർ ആയി. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ ഇംഗ്ലീഷൊക്കെ പറഞ്ഞത്, അതെ സാറേ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായിരുന്നു. ഒരു കോൺഫിഡൻസ് ഒരു സംഗതി ഉണ്ടായില്ല ഇംഗ്ലീഷിലല്ല, മൊത്തത്തിൽ ജീവിതത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു ധൈര്യം വന്നിട്ടുണ്ട്. ഞാനല്ലെങ്കിൽ ഈ വീടിന്റെ 4 ചുമരുള്ളിൽ ഒതുങ്ങിപ്പോയത്. പക്ഷെ എനിക്കിപ്പോ കുറച്ച് ധൈര്യം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഫീലിങ്സ് വന്നിട്ടുണ്ടോ എന്നാണ്. ഇപ്പൊ ശ്രീഷ്മയ്ക്ക് വന്നിട്ടുണ്ട് അല്ലേ? അത് നേരത്തെ സനീഷ് പറഞ്ഞാൽ ആദ്യമൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കരുതെന്നായിരുന്നു, പിന്നെ ക്ലാസ് കണ്ട് ഓക്കെ ആയിണ്ടായിരുന്നു. യെസ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ആരെയും അങ്ങനെ നിരാശപ്പെടുത്താറില്ല. ഇല്ല, തെറ്റിയാലും തെറ്റിന്ന് പറയില്ല. അത് വെരി ഗുഡ് കഴിഞ്ഞിട്ടേ പിന്നെ തെറ്റി എന്നുള്ളത് പറയുള്ളൂ. വേറെ കാര്യം. ഓക്കെ ഓക്കെ ഓക്കെ, അത് ശരിയാണ്. ആദ്യം വെരി ഗുഡ് തരും, അത് കഴിഞ്ഞിട്ടാണ് കറക്റ്റ് ചെയ്യും അല്ലേ? സാറിന്റെ മാസ്റ്റർ പീസ് ആണ് വെരി ഗുഡ്. യെസ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തിട്ടേ ബാക്കി പറയൂ. യെസ്. ഓക്കെ 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 ഓക്കെ. മാസ്റ്റർ പീസ്. കഴിഞ്ഞ MT9 പിള്ളേര് വന്നപ്പോ ആ സാധനം അവിടെ എടുത്തിട്ട് അവിടെ MT9 ആണ് ആ 9. അതായത് അവരും കോൺവെക്കേഷൻ സെറമണിയില് ടീച്ചർ പറഞ്ഞു, ഇനി അടുത്ത നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും നിങ്ങളെ കൊഞ്ചിച്ചു വഷളായിട്ട് ഒരാളാണ്. അപ്പൊ പിന്നെ ഇന്ന ആളെന്ന് പറയേണ്ടി വന്നില്ല. അപ്പൊ അത് ഞങ്ങളുടെ സാറായിരുന്നു. അപ്പൊ വെരി ഗുഡ് പറഞ്ഞപ്പോ തന്നെ യെസ്, നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ടീച്ചർ ആവുമ്പോഴും നിങ്ങൾ ഇതുപോലെ തന്നെ ചിലപ്പോ വെരി ഗുഡ് ആയിരിക്കില്ല, ചിലപ്പോ എക്സലന്റ് സൂപ്പർ സാധനം നിങ്ങൾ ഇട്ടുള്ളൂ. അതെന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക്, പഠിക്കാത്ത കുട്ടികൾക്ക് അവർ നമ്മൾ ചേർത്ത് നിർത്തുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യും. യെസ്, അത് നിങ്ങൾ ടീച്ചറാകുമ്പോഴും ചെയ്യും. ചിലപ്പോ എവിടേക്കോ നിങ്ങൾ അറിയാണ്ട് ഒരു പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട ചില ടീച്ചർമാരുടെ ആ ഒരു മൂവ്മെന്റ്സ്, വേർഡ്സ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറില്ലേ? സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള ചില പ്രിയപ്പെട്ട ടീച്ചർമാരുടെ സ്റ്റൈലുകൾ നമ്മൾ ഉപയോഗിക്കാറില്ലേ? യെസ്. അപ്പൊ അത് ഓരോരുത്തർക്കും ഉള്ളതാണ്. അത് നിങ്ങൾക്കും ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറും. എപ്പോഴും നമ്മള് പിൻനിരയില് എന്ന് പറഞ്ഞിട്ട് ആരെയും തള്ളരുത്. എല്ലാവരും നമ്മൾ ചേർത്ത് നിൽക്കുക. നമുക്ക് വിചാരിക്കാൻ പറ്റില്ല, മുമ്പന്മാര് പല ആൾക്കാരും പിമ്പന്മാരാവും, പിന്നിൽ നിൽക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ മുൻപിൽ വരാം. അപ്പൊ അതുകൊണ്ട് ആരുടെ കയ്യിലാണ് ഈ സംഗതി ഇരിക്കുന്നത്, കഴിവിരിക്കുന്നത് പറയാൻ പറ്റില്ല. ലക്ക്. അതുകൊണ്ട് എല്ലാവരെയും നമ്മൾ ചേർത്ത് നിർത്തുക, ആരെയും നമ്മൾ മാറ്റി നിർത്തുക അല്ലേ? ഹൈറുന്നീസ്, അതല്ലേ നമുക്ക് വേണ്ടത്. യെസ്, ഹൈറുന്നീസ് ഓരോന്ന് വിചാരിക്കും. യെസ്. അപ്പൊ നമുക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ശ്രദ്ധിച്ചിട്ടില്ല, മോഹമുള്ള കാരണേ ശ്രദ്ധിക്കാൻ പറ്റില്ല. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം നോ പ്രോബ്ലം. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ്. റോമൻ ലെറ്റർ എത്ര വരെ ജിഷ? എനിക്ക് തോന്നുന്നു 5. 5 കഴിഞ്ഞു. ഞാൻ പഠിക്കും റോമൻ ലെറ്റർ 6 എഴുതി. 6 റോമൻ ലെറ്റർ 6. യെസ്, എന്റെ അടിയിൽ എഴുതിക്കോ. Fill in the blanks. Fill in the blanks using correct 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 question tag.
ഇത് എടുത്തപ്പോണ്ടായതാണ് വിജി? ഇല്ല സാറേ. യെസ്, ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യത്തെ ചോദ്യം വിജയിക്കേണ്ട വരാം. ഓക്കെ, എഴുതിക്കോളൂ. She visited 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 America, comma dash question mark, comma dash question mark. Okay, അടിയിൽ ABC എഴുതിക്കോ. A, didn't she B, did she C, does she വിജി കേസ് ഏതായിരിക്കും ആൻസർ? Didn't she? വെറുതെ കറക്കി കുത്തിയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആലോചിച്ച് പറഞ്ഞാണോ? കറക്കി കുത്തല്ല, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞപ്പോ. പഴയൊരു ഓർമ്മയൊക്കെ വെച്ച് പറഞ്ഞാണ്. അവരൊരു വേണമെങ്കിൽ എടുത്തോ, കാരണം ഭാഗ്യം കത്തി നിൽക്കുകയാണ്. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. യെസ്, ഓക്കെ. ഡിഡിന്റ് ഷി. സംശയമുള്ളവർ ചോദിച്ചേക്കോട്ടെ, എന്തുകൊണ്ട് അങ്ങനെ വന്നത് സംശയമുള്ളവർ ചോദിച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൂര്യ എഴുതിക്കോളൂ. She is. സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഡിഡിന്റ് എന്ന് പറയുമ്പോ ഡിഡ് NT അല്ലേ? Did N apostrophe T. ഓക്കെ ഓക്കെ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ മൾട്ടിപ്പിൾ ചോയ്സിൽ ആൻസർ ഉണ്ടാവും. ഓക്കെ, അടുത്തത്. She is an artist. Comma dash question mark. അതിന്റെ അടിയിൽ ബ്രാക്കറ്റില് ABC. A, is she B, isn't she C, doesn't she ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാവോ? she is an artist, comma dash question mark. Is she, isn't she, doesn't she? Surya Raju. ഏതായിരിക്കും ആൻസർ സൂര്യ? സാർ എനിക്ക് റേഞ്ച് കട്ടായി, ക്വസ്റ്റ്യൻ കേട്ടിട്ടില്ല ഞാന്. ഓ യെസ്, ഓക്കെ. നമുക്ക് അടുത്തതിൽ പിടിക്കാം, കുഴപ്പമില്ല, നോ പ്രോബ്ലം. യെസ്, റാസ്മിന. സർ isn't she. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. isn't she. ഹൈറോനീസ ആൻസർ കറക്റ്റ് ആണ്. isn't she. ഓക്കെ. Next question. ചോദ്യം സനീഷിനോടാണ്. You will not answer ANSWER. Answer the question. You will not answer the question, comma dash question mark. Yes, ABC. A, won't you, WON apostrophe T, won't you. B, not you, not you. C,
Will you? Will you? Okay, Sanisha. Sir, will you? Will you? It's a correct answer. Correct, correct. Very good, very good, very good. Will you? Correct. അടുത്ത ചോദ്യം ജിനു ജോസിനോടാണ്. യെസ്, എഴുതൂ. You should consult 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 with a doctor DOCT over. ഒന്നുകൂടി പറയാം. You should consult with a doctor, comma, dash, question mark. A, B, C. മൂന്ന് ആൻസർ. A. Shouldn't you? SHOULDN'T. Shouldn't you? B. Shall you? C. Should you? Yes, Gino. വേറെ ഷുഡിന്റെ എന്നാണോ? Shouldn't you? It's a correct answer. ആണത് ചോദിക്കേണ്ട. ആണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. Shouldn't you? തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ്, തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ്. അടുത്തത് ജിനു ജോസ് കഴിഞ്ഞാൽ ഷംന മനോജ്. ഇറ്റ് ഈസ് യുവർ ടേൺ. ഓക്കെ ഷംന, ചോദ്യം ഇതാണ്. They are angry, 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 comma, dash, question mark. അതിന്റെ അടിയിൽ ABC മൂന്ന് ആൻസർ എഴുതിക്കോ. A. Aren't they? Aren't they എന്നുള്ള ആൻസർ. B. Are they? C. Will they? Shabna Manoj. Aren't they? Aren't is a right. Shamna, very good. Correct. Jisha VK. Okay. Next question. He has just 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 come 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 comma dash question mark. He has just come. അതിന്റെ ഇടയിൽ ഓക്കെ, നേരത്തെ അല്ലേ റനീസ? ഓക്കെ, ഇപ്പോ അടുത്തതല്ലോ. He has just come. അതിന്റെ ഇടയിൽ ABC. A. Hasn't he? HASN. He has just come. Answer A. Hasn't he? B. Has he? C. Had he? Okay, Disha. Hasn't he? It's a correct answer. Very good. Okay, hi Nisa. Correct answer. Yes. അടുത്ത ജിഷ കഴിഞ്ഞാല് വിജിനി കേട്ടോ. വിജിനി, ചോദ്യം ഇതാണ്. He is not playing, 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 comma, dash, question mark. He is not playing. Okay.
അതിന്റെ അടിയിൽ ABC. A. Is he? B. Isn't he? Isn't he? C. Was he? Was he? Is he? A is Is he. It's a correct answer. Very good, very good, very good, very good. Yes. അടുത്ത ചോദ്യം ഹൈറൂനീസിനോടാണ്. Let us go to temple. 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 Comma. Dash. Question mark. Sir, once more, let us go. Go to temple. നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. Let us go to temple. Comma. Dash. Question mark. Yes. ABC. A. Shall us be? Shall we see? Let us. പറഞ്ഞോളൂ ഹൈറൂനീസ. Shall we? Shall we? Correct answer. Correct. Very good. Next, Roman letter 7. സാറേ അതെന്താ അങ്ങനെ വന്നെന്ന് പറയൂ? അത് വേറെ ഒന്നും ചിന്തിക്കണ്ട. പിന്നെ ലെറ്റസ് ആണ് ഷാൽവി എന്ന് വിചാരിച്ചു വെച്ചു. ലെറ്റസ് ആരംഭിക്കുന്ന എല്ലാ വാചകത്തിന്റെയും ക്വസ്റ്റ്യൻ ടാഗ് ഷാൽവി കേട്ടോ. ലെറ്റസ്. ഓക്കെ. അടുത്തത് റോമൻ ലെറ്റർ 7. യൂസ്. മിന്നു നാരായണനോടാണ് ചോദ്യം കേട്ടോ. യൂസ് correct phrasal verb PHRASEL. Phrasal verb for the underlined words. WORDS. For the underlined words. Okay. ചോദ്യം പിടിയില്ല. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ നെക്സ്റ്റ് അതിന്റെ അകത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്. സോറി. Can you take care of take care of my son? Question mark. Can you take care of my son? എന്നിട്ട് ടേക്ക് കെയർ ഓഫ് അത്രയും വരെ അണ്ടർലൈൻ ചെയ്യാം. ടേക്ക് കെയർ ഓഫ് അണ്ടർലൈൻ ചെയ്യാം. അതിന്റെ അടിയിൽ ABC 3 ആൻസർ എഴുതിക്കോളൂ. A. ലുക്ക് ആഫ്റ്റർ. B. Look on. C. Look at. Okay. അപ്പൊ എന്ത് ചെയ്യണം? ടേക്ക് കെയർ ഓഫ് എന്ന് പറയുന്ന അർത്ഥം വരുന്ന ഒരു വേർഡാണ്. ഇതിൽ 3 അർത്ഥം വരണം. യെസ്. മിന്നു. മിന്നു ആളില്ലേ? അപ്പോ ചോദ്യം ഞാൻ പാസ് ചെയ്യാം. BGKS. ലുക്ക് ഓൺ. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി പോയി വിജി. ഹൈറൂനീസ് അറിയാമോ? പറഞ്ഞോളൂ.
ആരംഭിച്ച Look after. ലുക്ക് ആഫ്റ്റർ. പ്രൊട്ടക്ട് എന്ന് പറയുന്ന Can you look ലുക്ക് after? ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ. ഓക്കെ, ലുക്ക് ഓൺ അല്ല, ലുക്ക് ആഫ്റ്റർ കേട്ടോ. ഓക്കെ, ക്യാൻ യു ടേക്ക് കെയർ ഓഫ് മൈ സൺ? എന്റെ മകനെ ഒന്ന് നോക്കാമോ, സംരക്ഷിക്കാമോ? യെസ്. അപ്പൊ അതിന് ടേക്ക് കെയർ ഓഫ് ലുക്ക് ആഫ്റ്റർ ആണ്. യെസ്. അടുത്ത ചോദ്യം സൂര്യക്കാണ്. സൂര്യൻ എഴുതുക. The chief minister visited visited the prime minister. The chief minister visited the prime minister. എന്നിട്ട് ആ വിസിറ്റഡ് എന്ന് പറയുന്ന വേർഡ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, എ ബി സി മൂന്ന് ആൻസർ എഴുതിക്കോളൂ. എ കോൾഡ് ഓൺ, CALLED, കോൾഡ് ഓൺ. ബി കോൾഡ് അറ്റ്, CALLED, കോൾഡ് അറ്റ്. സി കോൾഡ് into, called into, CALLED, called into. Okay, Surya. Yes, sir. പറഞ്ഞോളൂ. Called on answer. Called on. 100%. 100% അങ്ങനെയാണെന്ന് തോന്നുന്നു. Yes, okay, അത് ശരിയാണ് സൂര്യ, ഓർപ്പിച്ച് പറഞ്ഞോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കോൾഡ് ഓൺ കറക്റ്റ് ആണ്. മറക്കരുത്, കോൾഡ് അറ്റും വിസിറ്റഡ് ആണ്, കോൾഡ് ഓണും വിസിറ്റഡ് ആണ്. കോൾഡ് അറ്റ് എന്ന് പറഞ്ഞ സ്ഥലമായിരിക്കണം. ഇപ്പൊ നോക്കി, മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ആളുകളെ സന്ദർശിക്കുമ്പോൾ കോൾഡ് ഓണും, മുഖ്യമന്ത്രി താജ്മഹൽ സന്ദർശിച്ചു എന്നാണെങ്കിൽ കോൾഡ് അറ്റും. കാരണം സന്ദർശിച്ചത് ആരെയാണ്? ഒരു സ്ഥലമാണ്. അപ്പൊ കോൾഡ് അറ്റ് മാറിപ്പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ, റാസ്മിന, ഇറ്റ് ഈസ് യുവർ ടേൺ. We will continue, CONTINUE, continue our relationship. We will continue our relationship. ഓക്കെ, അതുകൊണ്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന വേർഡ് അണ്ടർലൈൻ ചെയ്യും. കണ്ടിന്യൂ അണ്ടർലൈൻ ചെയ്യും. ഓക്കെ, ABC എഴുതിക്കോളൂ. എ ക്യാരി ഓൺ, CARRYON, ക്യാരി ഓൺ. ബി ക്യാരി ഫോർ, CARRYFOR. C carry in, in. Okay, Rasmina. Carry on answer. Carry on. It's a correct answer. Very good, very good, very good. Carry on, continue. Yes. Okay, okay, Haranisa. Correct. അടുത്ത ചോദ്യം സനീഷോടാണ്. I will not cut down, CUT, cut down your ഇത് പോയി. പിടിയില്ലേ? സാർ ഫൈസൽ ബാബ പറഞ്ഞത്. യെസ്, ഓക്കെ, ഞാനത് കയ്യിൽ നിന്ന് പോയി. ഓക്കെ, ഏതായാലും എഴുതി സ്ഥിതിക്കാതെ എഴുതാം. അപ്പൊ ഈ ചോദ്യം ഡിലീറ്റ് ആക്കിയിട്ട്, അപ്പൊ സനീഷിനോട് ചോദിക്കുന്ന ചോദ്യം വേറെ തരാം. ഇതിപ്പോ ഞാൻ തന്നെ പറയാം. ഓക്കെ, ഐ വിൽ നോട്ട് റെഡ്യൂസ്, കട്ട് ഡൗൺ മാറ്റ്, റെഡ്യൂസ്, REDUCE, റെഡ്യൂസ് യുവർ സാലറി. ഐ വിൽ നോട്ട് റെഡ്യൂസ് യുവർ സാലറി. എന്നിട്ട് റെഡ്യൂസ് എന്നുള്ളതിന്റെ അടിയിൽ വരയ്ക്കുക. റെഡ്യൂസ് എന്നുള്ളതിന്റെ അടിയിൽ വരയ്ക്കുക. അതിന്റെ അടിയിൽ ABC,
cut down. B, cut up. C, cut in. Cut in. Answer cut down ആണ്. ഞാൻ cut down പറയാൻ പാടില്ലായിരുന്നു, പക്ഷെ അറിയാണ്ട് ഞാൻ ഇങ്ങനെ എന്തോ ഒരു മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഇത് പോയി ഈ ക്ലാസ്സിൽ നിന്ന് മറന്നു വിട്ടുപോയി. യെസ്. അപ്പോ അടുത്ത ചോദ്യം സനീഷക്കാണ്. വേറെ ചോദ്യം തരാം. ശരി. They cancelled CAL CELLED cancelled the match 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 due to DUE due to bad 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 weather WEATH weather കാലാവസ്ഥ. They cancelled the match due to bad weather. അതില് cancelled എന്ന് പറയുന്ന വേർഡ് അണ്ടർലൈൻ ചെയ്യണം. അതിന്റെ അടിയില് ABC എഴുതിക്കോളൂ. A called on CALLED called on. B called off CALLED or double F called off. C called at called at. Yes, Sanisha can be. Call off. Call off. So correct answer. Very good. Very good. Very good. Very good. Yes. Or don't let it go. Gandhiji. Gandhiji. This is Gandhi in Germany. GANDHI. Gandhi died on DIED. Died on 13th 13th January J capital January 1948 1948. ഒന്നുകൂടി പറയാം. ഗാന്ധി died on 13th January 1948. ABC A പാസ്. ഇത് ജിനുവിനോടാണ് ചോദ്യം കേട്ടോ. എ പാസ്ഡ് അവേ PASSC പാസ്ഡ് അവേ. ബി BY പാസ്ഡ് ബൈ BY ബൈ പാസ്ഡ് ബൈ. സി പാസ്ഡ് എബോവ് ABOV passed above. സർ ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞേ. Passed away. AWAY. Passed heavy. Heavy. Passed away. അല്ലേ? ആദ്യത്തെ അല്ലേ? ആ. Yes. So correct answer. Very good. Very good. Very good. Yes. അടുത്തത് Roman letter 8. Use USA. Use the present participle PRESENT. Present participle of the verb given in bracket. Given in bracket. Yes. ഇപ്പൊ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാനാണ്. ഇതിന്റെ ചോദ്യം ഫസ്റ്റ് ഷംന മനോജിനാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ.
യെസ്, ചോദ്യം ഇതാണ്. ഓപ്പൺ OPEN, ഓപ്പൺ ദ ഡോർ, door, she looked looked at me. ഒന്നുകൂടി പറയാം. ഓപ്പൺ ദ ഡോർ, ഷീ ലുക്ഡ് അറ്റ് മീ. എന്നിട്ട് ആ ഓപ്പൺ എന്ന് പറയുന്ന വേർഡ് ബ്രാക്കറ്റ് ചെയ്യണം. ഓപ്പൺ എന്ന് പറയുന്ന വേർഡ് ബ്രാക്കറ്റ്. അതിന്റെ അടിയിൽ ABC 3 ആൻസർ എഴുതിക്കും. എ ഓപ്പണിംഗ്, ബി ഓപ്പൺഡ്, OPENED, ഓപ്പൺഡ്, സി opens, OPENS, opens. Yes, Shamna, it is your turn. Sir, opening the door. എന്താണ് ഒരു ബലമില്ലാതെ? കറക്റ്റ് ആണ്. യെസ്, വെരി ഗുഡ്. ഓപ്പണിംഗ് ദ ഡോർ, കറക്റ്റ്, വെരി ഗുഡ്. യെസ്, അടുത്തത്. ഷംന കഴിഞ്ഞ അടുത്ത് ജിഷക്കാണ് ചാൻസ്. I have a cook, 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 channel, CHANNEL. I have a cook channel. എന്നിട്ട് ആ കുക്ക് എന്ന് പറയുന്ന വേർഡ് ബ്രാക്കറ്റ് ഉണ്ട്. കുക്ക് എന്ന് പറയുന്ന വേർഡ് ബ്രാക്കറ്റ് ഉണ്ട്. യെസ്, ABC എഴുതിക്കോ. എ കുക്കിംഗ്, ബി കുക്ക്ഡ്, COOKED, കുക്ക്ഡ്, സി കുക്സ്, cooking. It's the correct answer. Very good. Yes, cooking. Bijini, next question. I saw, SAW, saw them swim, SWIM, swim. I saw them swim. ആ സ്വിം എന്ന് പറയുന്ന വേർഡ് ബ്രാക്കറ്റ്. ABC, A swims, SWIMS. B swimming, SWIMMING. അടുത്തത് സ്വിമ്മഡ്, SWIMMED. Swimming. So correct answer. Very good. Swimming. അടുത്തത് Lisa, it is your turn. യെസ്, ചോദ്യം കേട്ടിട്ടില്ല. ചോദ്യം പറഞ്ഞിട്ടില്ല ചക്രതി, പറയാൻ പോണുള്ളൂ. ഡോണ്ട് വറി. യെസ്, എഴുതിക്കോ. He is പറഞ്ഞോ, കുഴപ്പമില്ല. She is learn, LEARN, learn
A new, N-E-W, new language. She is learn a new language. അതില് ആ ലേൺ എന്ന് പറയുന്ന വേർഡ് ബ്രാക്കറ്റ് അടിയില് ABC എഴുതുക. A learns language, ഭാഷ, language, 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 language. Okay, ABC. A learns, LEARNS. B learned, LEARNED, learned. C learning, LEARNING, learning. പറഞ്ഞോളൂ ഹെർനിസ, ഇറ്റ് ഈസ് യുവർ ടേൺ. ഹെർനിസ, ഹെർനിസ ഉള്ള ചാടി പറയുന്ന ആളുള്ളത് വേണ്ടി നെറ്റ് ഇഷ്യൂ എന്ന് തോന്നുന്നു സർ. ഞാൻ പറയട്ടെ. അപ്പൊ റാംസി പറഞ്ഞു. ലേണിംഗ് കറക്റ്റ് ആൻസർ, വെരി ഗുഡ്. ഹെർനിസ അല്ലെങ്കിൽ ചാടി പറയുന്ന ആളാണ്, അപ്പൊ നെറ്റ് ഇഷ്യൂ ആയിരിക്കും. ഓക്കെ, ലേണിംഗ് ആണ് കറക്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. രേഖ മനു. യെസ്, അടുത്ത ചോദ്യമാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. I like work, 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 woman, WOMEN. I like work, women. Yes. അതിൽ വർക്ക് എന്നുള്ള വേർഡ് ബ്രാക്കറ്റ്. യെസ്, ABC. A working, B worked, WORKED, C works, WORKS. വർക്കിംഗ് അല്ലേ സർ? Yes, correct answer. Very good, correct answer. Yes. അടുത്ത ക്വസ്റ്റ്യൻ വിജി കേസിനോടാണ്. Have cooked, 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 food, FOOD. She washed, WASHED, washed the plates, PLATES. ഒന്നുകൂടി പറയാം. Have cooked food, she washed the plates. എന്നിട്ട് ആ ഹാവ് എന്ന് പറയുന്ന വേർഡ് ബ്രാക്കറ്റ് ഇടണം. യെസ്, ABC മൂന്നായി ശ്രദ്ധിക്കുക. A having, HAVING, having. B had, HAD, had.
Stream. Has. H-A-S. Has. Having. Having. It's the correct answer. Very good, very good, very good. Another. Surya order. I saw SAW saw. I saw a fly FLY. Fly. Bird. B-I-R-D. Bird. I saw a fly bird. എന്നിട്ട് ആ ഫ്ലൈ എന്ന് പറയുന്ന വേർഡ് ബ്രാക്കറ്റിൽ ഫ്ലൈ. യെസ്, അതിന്റെ അടിയിൽ ABC എഴുതിക്കോളൂ. എ ഫ്ലൈയിങ് FLYING ഫ്ലൈയിങ്. B flies FLIES flies. C flew FLEW flew. Sir, flying. Is the correct answer? Very good, very good, very good. Yes. Okay. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവിടെ നിർത്താം. യെസ്, ഇനി ഒരു 2-3 ക്ലാസ് കൂടി ഉണ്ടല്ലോ. യെസ്, അപ്പൊ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ 8 വരെ പറഞ്ഞു അല്ലെ? 8 വരെ പറഞ്ഞു. യെസ്, റോമൻ ലെറ്റർ 8 വരെ നമ്മൾ പറഞ്ഞു കേട്ടോ. യെസ്, അപ്പോ പരീക്ഷ കഴിയുമ്പോഴേ സാറ് ഉള്ളടിച്ചിട്ടോ എന്ന് പറയാൻ പറ്റൂലേ? പറയാൻ പറ്റും എന്ന് വിചാരിക്കുന്നു സർ. യെസ്, ഇപ്പൊ ജിനുവിന് ഒരു ആത്മവിശ്വാസം ഉണ്ട്, സനീഷയ്ക്ക് ഉണ്ട്, സൂര്യക്ക് ഉണ്ട്, റാസ്മിനൊക്കെ ഉണ്ട്. ഇത് പറ്റും ബാക്കിയുള്ളവർക്ക് പറയാൻ പറ്റും സർ. ഓക്കെ 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 ഓക്കെ. യെസ്, അപ്പൊ നിങ്ങൾക്ക് ഫുള്ള് കിട്ടി കഴിയുമ്പോ സന്തോഷത്തോട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും എന്ത് വരും? സന്തോഷത്തിന്റെ പേര് പറയേണ്ടി വരുമല്ലോ. ഓക്കെ റാസ്മിന. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള വിഷയത്തിൽ നിന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ അത് വെച്ചിട്ട് അങ്ങോട്ട് ആ ഒരു ട്രാക്ക് നോക്കിയിട്ട് അങ്ങനെ അങ്ങനെ പഠിച്ച് അങ്ങനെ പോയാൽ മതി. തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ വിജി കേസ് ഇപ്പൊ എടുത്തപ്പോ ഉണ്ടായില്ലെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഉണ്ട് സാറേ, ഇതൊക്കെ നമുക്ക് കുഴപ്പമില്ല. ഇതൊക്കെ നമുക്ക് കുഴപ്പമില്ല, ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ഒരു 1, 2, 3 ക്ലാസ് കൂടി വരും അല്ലേ? അപ്പൊ അതിന്റെ നമുക്ക് ടൈം എക്സാമിനേഷൻ കൂടി ഒന്ന് നോക്കാനുണ്ട്, അതും കൂടി നോക്കാം. പിന്നെ ഇതിനകത്ത് ഇനി ബാലൻസ് ഉള്ള കുറച്ചും കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിലോട് നമുക്ക് തീർക്കാം. യെസ്, അപ്പോ സൈൻ ഔട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അവസാനിപ്പിക്കുകയാണ്. ഇത് ഞാനിങ്ങനെ എഴുതിപ്പിച്ചത് എന്തുകൊണ്ടാണെന്നറിയാം, ഇതിപ്പോ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് പോകില്ല. ഇത് നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് ഇതിങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് ഉണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതേപോലുള്ള ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഒരു ക്ലിക്ക് ചെയ്യും എവിടെയെങ്കിലും. ഓ, ഇത് നമ്മൾ അന്ന് പ്രാവശ്യം പറഞ്ഞതാണല്ലോ, അല്ലെങ്കിൽ ചർച്ച ചെയ്തതാണല്ലോ, അല്ലെങ്കിൽ ഈ ചോദ്യം അന്ന് ജിഷയോട് ചോദിച്ചപ്പോ തെറ്റായിട്ട് ഉത്തരം പറഞ്ഞപ്പോ വിജി കറക്റ്റ് ചെയ്താണല്ലോ, അല്ലെങ്കിൽ ഷംന കറക്റ്റ്, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ വരും. ഇതൊരു മോഡല്. യെസ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഓർത്തിരിക്കണം. അങ്ങനെയല്ല, ഹിസ്റ്ററി ഒക്കെ പഠിച്ചപ്പോ ചില സംഗതികൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടി ആ പേരൊക്കെ ചില ടീച്ചർമാർക്ക് കൊടുത്തിട്ടുണ്ടാവില്ലേ? ചില വർഷങ്ങളൊക്കെ മറന്നു പോവാതിരിക്കാൻ വേണ്ടി. ഓക്കെ, റാസ്മിനെ കൊടുത്തിട്ടുണ്ട്.
ടീച്ചർമാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ചില വർഷങ്ങളൊക്കെ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വർഷവും ചിലപ്പോൾ ജനിച്ച ആരുടെയെങ്കിലും വേറെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ക്ലാസ് നമ്പർ റോൾ നമ്പർ ഒക്കെ ആയിട്ടൊക്കെ മിക്സ് ചെയ്ത് വെച്ച് പിടിച്ചിട്ട് ഇത് പറഞ്ഞ പോലെ ഐഡിയ. യെസ്, അപ്പൊ ആ ഒരു ടെക്നോളജിയാണ് നമ്മളോട് ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും അത് ഫലപ്രദമാകും. യെസ് യെസ്. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ ബൈ. സാർ ഒരു സംശയം ചോദിക്കട്ടെ? ഹലോ ചോദിച്ചോ വിജി. സാർ ഇപ്പൊ നമ്മൾ പരീക്ഷ എഴുതിയില്ലെങ്കിലേ അടുത്ത ബാച്ചിന്റെ കൂടിയാണോ പരീക്ഷ എഴുതുക? എഴുതിയില്ലെങ്കിലാ ആ അസുഖങ്ങളുണ്ടാ? ആ എന്റെ അമ്മായിയമ്മ ഇത്തിരി സീരിയസ് ആയിട്ട് കിടപ്പാണ്. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ അതിനുള്ള 2 സമയം ദിവസമായിട്ട് ആശുപത്രിയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്തത് വരുമ്പോൾ ഒരു ചെറിയൊരു വിഷയം പറ്റുന്നതാണെന്ന് അറിയാമോ? ആ ക്ലാസ്സിലെ എടുത്തിരിക്കുന്ന വേറെ ടീച്ചറാണ്. അപ്പോ ഈ മോഡലായിരിക്കണമെന്നില്ല ടീച്ചറിന്റെ സ്റ്റൈലും കാര്യങ്ങളും. വേറെ മോഡലായിരിക്കും. നേരം നമുക്ക് വേറെ ഡേറ്റ് തരില്ല? വേറെ ഡേറ്റ് തരുമ്പോ ഒന്ന് നോക്കാം നമുക്ക്. അത് ആരുടെ ക്ലാസ് ആയിരുന്നു കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാല് കുറച്ചുകൂടി എളുപ്പമാവും. അത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. യെസ്, ഓക്കെ ഓക്കെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാച്ചിൽ ഇപ്പൊ ഞാനെടുത്ത് അടുത്ത ബാച്ചിന് ടീച്ചറായിരുന്നു. പിന്നത്തെ ബാച്ചിന് ഞാനായി. അങ്ങനെ ഞാൻ മാറി മറിഞ്ഞാണ് വരുന്നത്. കാരണം പിന്നത്തെ വരുമ്പോ ഈ ബാച്ച് ഇപ്പൊ കഴിയുമ്പോഴേക്കും അടുത്ത ബാച്ചിന് വരുമ്പോ ടീച്ചർ ഫ്രീ ടീച്ചർ കയറും. അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് ഓരോ ടീച്ചർമാർക്കും ഓരോ സാറുമാർക്കും അവരുടേതായ സ്റ്റൈലും കാര്യങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. മാനസികമായിട്ട് സിങ്ക് ആയതുകൊണ്ട് അല്ലെ ഞാൻ തന്നെ പറയുന്നു, അഹങ്കാരത്തോടു കൂടി സിങ്ക് ആയതുകൊണ്ട് അത് കറക്റ്റ് അങ്ങനെ പാസ് ചെയ്ത് പോകും എന്നാണ് പറയുന്നത്. യെസ്, ഓക്കെ. അപ്പൊ അതായിരിക്കും വ്യത്യാസം. ഓക്കെ, ഏതായാലും വിജയ് ഏതെങ്കിലും കാരണവശാലും പറ്റിയില്ലെങ്കിൽ വിളിക്കും. നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം പരിഹാരം ഉണ്ടാക്കാം. ഇപ്പൊ ഇപ്പോഴേ തുടങ്ങി നമ്മൾ കുഞ്ഞു പോകണം. അത് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴല്ലേ അന്നേരത്ത് നമുക്ക് അതിപ്പോ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കിഡ്നി ഫെയിലിയർ ആണ്. നമുക്ക് അപ്പൊ അതുകൊണ്ട് എപ്പോഴാ എന്താണെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഇനി ഇൻ കേസ് പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ എന്താ ഉണ്ടാവാന്ന് ചോദിച്ചതാ. പരീക്ഷ അപ്പൊ അതൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ. യെസ്, ഓക്കെ. വിജയ് പരീക്ഷ എഴുതുകയും ടീച്ചർ ആവുകയും ചെയ്യും. പോരെ? യെസ്. നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. Thank you.